ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് ഒരു ചിക്കൻ ബർഗർ ഉണ്ടാക്കുക കേട്ടോ. അതിനായിട്ട് ഞാൻ സ്ലൈസായിട്ട് തക്കാളി, പിന്നെ കസിൻ്റെ ഇല അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ബ്രെഡ്, ചീസ്, ബർഗറും ഇതെടുത്തിട്ട് കുറച്ച് ഓയിൽ, അല്പം ഓയിൽ എടുത്തിട്ട് ഒഴിച്ചാൽ മതി, ഇറ്റിച്ചാൽ മതി. ഒഴിക്കേണ്ട ആവശ്യമില്ല, ഇറ്റിച്ചാൽ മതി അതിൻ്റെ മേലെ. എന്നിട്ട് ചൂടാകാനനുസരിച്ചിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇടാം. അല്ലാണ്ട് അധികം ഓയിലൊന്നും ഒഴിക്കരുത്. ചില ആൾക്കാരുണ്ട് ഒരുപാട് ഓയിലൊക്കെ ഒഴിച്ചിട്ട് ബർഗർ ഉണ്ടാക്കുന്നതുണ്ട്. അങ്ങനെയൊന്നും ചെയ്യരുത്. ഇതിപ്പോൾ ഞങ്ങളൊരു 3 ഫാമിലി താമസിക്കുന്ന ഒരു കിച്ചണാണ്, അടുക്കളയാണത്. ഇത് എൻ്റെ പോർഷനാണ്, ഇത് വേറൊരു ഫാമിലിയുടെയാണ്. അതുപോലെ തന്നെ ഇത് മറ്റൊരു ഫാമിലിയുടെ ഒരു പോർഷനാണ്. കാരണം 3 പേരും എല്ലാവരും ഡ്യൂട്ടിക്കാരാണല്ലോ. അപ്പോൾ ഡ്യൂട്ടിക്കാർക്ക് പല സമയത്താണ് കുക്കിങ്. ചില സമയത്ത് എല്ലാവരും ഒരുമിച്ച് കുക്ക് ചെയ്യണ സമയമൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ ആർക്കും ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 3 ഫാമിലി 3 അടപ്പ് വെച്ചാണ് ഞങ്ങൾ കുക്കിങ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇടുക, അധികം കരിഞ്ഞു പോകാതെ നോക്കിയിട്ട്. പക്ഷേ അല്പം എൻ്റെ ഇത് കരിഞ്ഞു പോയിട്ടുണ്ട് കുക്ക് ചെയ്ത് വന്ന സമയത്ത്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചിക്കൻ ബർഗർ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ കിച്ചണിൽ പുറത്തോട്ടുള്ള ഒരു വ്യൂ ആണ്. ഇത് പുറത്തോട്ടുള്ളൊരു വ്യൂ ആണ്. വീണ്ടും ഒന്നും കൂടി തിരിച്ചും മറിച്ചൊക്കെ ഇടുകയാണ്. അല്പം ഓയിൽ ഇറ്റിക്കുക. അവിടെ ഞാൻ പറഞ്ഞ ഒരു അല്പം ഒന്ന് കരിഞ്ഞു പോയിട്ടുണ്ട്. അത് കാരണം വെച്ചാൽ ശ്രദ്ധ ഒന്ന് മാറിപ്പോയി. അതിൻ്റെ മേലെ ഈ ഇലകളൊക്കെ വയ്ക്കുന്ന മുമ്പായിട്ട് ഞാൻ ആദ്യം ബ്രെഡ് ചീസ് വെച്ച് കാര്യം ചെറുതായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ആ ബ്രെഡിൻ്റെ അടിയിൽ ഇരിക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ചിക്കൻ ഈ ബർഗർ വെച്ചത്, പിന്നെ തക്കാളി സൈസായി വെച്ചത്, പിന്നെ ഇല കസിൻ്റെ ഇലയാണ് കേട്ടോ, അതും വെച്ചിട്ട് ഇരിക്കുന്നത്. ബെന്നും ഓവണിൽ വെച്ച് ചൂടാക്കേണ്ട പകരം നമുക്ക് പാനിൽ വെച്ചും ബെന്ന് ചൂടാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അതായിരിക്കും ഒന്നും കൂടി നല്ലത്. അങ്ങനെ സൂപ്പറായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കഴിക്കാനിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എല്ലാം ചെയ്യാം. അപ്പോൾ ഞാൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. ഓക്കെ, നിങ്ങൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഓക്കെ, ബൈ.